നിങ്ങൾക്ക് പറന്ന് ഉയരുവാൻ കഴിയും. കുറേ കൂടി ഉയരത്തിൽ പറന്ന് ഉയരാം. വിദ്യാഭ്യാസത്തിൽ, നല്ല സ്വഭാവത്തിൽ, ബിസിനസ്സിൽ, കൃഷിയിൽ, സമാധാനത്തിൽ കുറേ കൂടി പറന്ന് ഉയരാം. കുറേ കൂടി നല്ല ഭർത്താവാകാം, കുറേ കൂടി നല്ല ഭാര്യയാകാം, കുറേ കൂടി നല്ല വിദ്യാർത്ഥിയാകാം. എങ്ങനെ? കുറേ നാളുകൾക്ക് മുൻപ് ഈ തത്വം വിശദീകരിക്കുന്ന അസാധാരണമായ ഒരു കഥ എൻ്റെ മനസ്സിൽ ജന്മമെടുത്തു. ഞാനും ഒരു കൂട്ടം പ്രവർത്തകരും ചേർന്ന് അത് ചലച്ചിത്രമാക്കിയിരിക്കുന്നു. ഇത് കാണുവാൻ ഞാൻ നിങ്ങൾക്ക് സ്വാഗതം പറയുകയാണ്. സ്വാഗതം. പക്ഷെ ഒരു കാര്യം, അടുത്ത 1.5 മണിക്കൂർ നിങ്ങൾ ചിന്തിക്കും, ചിരിക്കും, കരയും. ചിലപ്പോൾ നിങ്ങളെ തന്നെ ഈ ചിത്രത്തിൽ കാണുവാൻ നിങ്ങൾക്കിടയാകും. നിങ്ങളോടൊപ്പം കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഇത് കാണുവാൻ ക്ഷണിക്കുക. ഒരു കപ്പ് കാപ്പിയോ ഒരു പാത്രത്തിൽ കുറേ കപ്പലണ്ടിയോ കരുതുക. ഈ ചലച്ചിത്രം തീരുന്നതുവരെ സ്വസ്ഥമായിരുന്ന് ഇത് കാണുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ ചലച്ചിത്രം തീരുമ്പോൾ ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ശരിയായ ഉത്തരം എഴുതി അറിയിക്കുന്നവർക്ക് ഞാൻ അതിവിശേഷമായ ഒരു സമ്മാനം അയച്ചു തരുന്നതാണ്. അതിനാൽ വളരെ ശ്രദ്ധാപൂർവം ഈ ചലച്ചിത്രം കാണുക. ഒരു പക്ഷേ നിങ്ങളെ മാത്രമല്ല, നിങ്ങൾക്ക് പരിചയമുള്ള പലരെയും ഈ ചിത്രത്തിൽ കാണാം. അവർ നിങ്ങളോട് സംസാരിക്കും, അവർ നിങ്ങളെ ചിരിപ്പിക്കും, കരയിക്കും, ചിന്തിപ്പിക്കും. അവരിൽ പലരും നിങ്ങളോട് പറയും, ഞങ്ങൾ കാണിച്ച പോഷത്വം നിങ്ങൾ കാണിക്കരുതേ. മറ്റു ചിലർ പറയും, പുതിയ ആരംഭം നിങ്ങൾക്കും സാധ്യമാണ്. ഇതാ കഥ ഇവിടെ തുടങ്ങുന്നു. മോഹന, താ മാത്രം ഇങ്ങനെ മാറിയിരിക്കുന്നത് ശരിയല്ല. അവസാനം തനിക്കൊരു പ്രശ്നം വന്നാ ആരും കാണില്ല കൂടെ. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ആടോ. എന്നാലും സമരം ചെയ്ത് എന്റെ കുടുംബത്തെ പട്ടിണിക്കിടാൻ ഞാനില്ല. ഞാനേ ഇതൊക്കെ ഒന്ന് അനുഭവിച്ചതാ. ഞാൻ പറഞ്ഞേ ഉള്ളൂ.
തിന്മയ്ക്കെതിരെ വാളെടുത്ത് പോരാടാം. ചോരച്ചാലുകൾ നീന്തിക്കയറിയ ചരിത്രമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ തെരുവുകളിൽ ഇനി ഉയരേണ്ടത് നിങ്ങളുടെ ശബ്ദമാണ്. അതുകൊണ്ട് ഈ സമരമുഖത്തേക്ക് ഇറങ്ങാൻ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. സോ ബ്രദേഴ്സ്, വെൽക്കം ടു ദ ബാറ്റിൽ ഫീൽഡ്. ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. ഇന്നത്തെ ക്ലാസ് ആ കാര്യം തന്നെയാണ് സാറ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോ അല്ല, ഞാൻ അപ്പോഴും വേണ്ടല്ലേ വരുന്നുണ്ട്. ചേച്ചി കൊറേ നാളായില്ലടി പ്രീ ഡിഗ്രി കുത്താൻ തുടങ്ങിയിട്ട്. പോടാ. അച്ഛാ, ആ അനിലനെ ഇന്നും കളിയാക്കി. പന്ന റാസ്കൾ. അതെങ്ങനെയാ? തന്തയുടെ സ്വഭാവം മോനും കാണിക്കൂ. മോള് വിഷമിക്കണ്ട. അല്ല അച്ഛാ, ഇങ്ങനെയാണ് ഞാൻ ഇനി കോളേജിൽ പോകുന്നില്ല. എന്താ മോളെ ഇത്? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ച് അച്ഛൻ ഇന്ന് തന്നെ ആ ചെറുക്കനെ കണ്ട് 4 വർത്തമാനം പറയുന്നുണ്ട്. അല്ല, ഇതിപ്പോ നീ കോളേജിൽ പോകാതിരിക്കാനൊരു വഴിയാക്കണ്ട. അച്ഛാ, മതി മതി. ഇത് എത്രാമത്തെയാ? ഇല്ല മോളെ, അച്ഛൻ്റെ ഇതോടെ നിർത്തി. ദേ, ഈ ഇടയെ കുറെ കൂടുന്നുണ്ട് കേട്ടോ. വേഗം പോയി കുളിച്ചേ. മോഹനേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള കപ്പയും മീൻകറിയാ ശീലമെന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. എടി പ്രിയേ, അച്ഛനും അമ്മയാണോ പേര് പറഞ്ഞു വിളിക്കുന്നത്? എന്റെ പൊന്നും കൂടത്തിനെ എങ്ങാനും തൊട്ടാലുണ്ടല്ലോ. ഒരച്ഛനും മോളും. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. അവന്മാരെ രണ്ടിനും കണ്ടില്ലല്ലോ. അനിൽ എനിക്കൊരു ഫുള്ളുമായിട്ട് വരാമെന്ന് പറഞ്ഞതാ. മൂത്തവന്റെ ഊരിവറ്റിൽ കഴിഞ്ഞു കാണുകയല്ല. നീ ചൊല്ല്. ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ.